ചങ്ങായിമാർ ഇന്ന് നമുക്കുണ്ടല്ല കുറച്ച് മനോഹരമായ നബിദിന കാഴ്ചകളൊന്ന് കണ്ടിട്ട് വന്നാലോ. ഈ കാഴ്ചകളൊക്കെ പണ്ട് തൊട്ടേ ഉള്ളതാണ്. എന്നാലും ഈ കെട്ടകാലത്ത് കുറച്ച് പേരുണ്ടല്ല നമ്മളെ നാട്ടിൽ പരമാവധി വർഗീയത ഉണ്ടാക്കാൻ നോക്കുമ്പോൾ ഇത്തരം കാഴ്ചകളുണ്ടല്ല വീണ്ടും വീണ്ടും കാണിക്കേണ്ടത് നമ്മുടെ ആവശ്യകതയാണ്. എന്തായാലും നബിദിനത്തിന്റെ അന്ന് ഞാൻ കണ്ട ഏറ്റവും മനോഹരമായ കാഴ്ച ഉണ്ടല്ല അത് തന്നെ നമുക്ക് ആദ്യം കാണാം. കാല് തുറക്കാൻ എന്തെങ്കിലും കൊടുത്താണ്. എന്താ കഴിക്കണോ നോക്കട്ടെ. ചെളി കഴിക്കാം. ഓണപ്പൂക്കളം ഇന്ന തുറച്ചോ. എന്താ ഇന്ന തുറച്ചോ. അതാ ഓന്റെ കാല്. എല്ലാരെയും വയ്ക്കൂല്ലേ. ഒരു മുട്ടുത്തിരുന്നിക്കാണ് നമ്മളെ റോഡ് ഇങ്ങനെ. പിന്നെ അപ്പൊ എല്ലാവർക്കും നബിദിന ഓണാശംസകൾ. ചേച്ചിപ്പടി ഓണപ്പൂ ആണല്ലേ. കഴിഞ്ഞു നബിദിന ഓണാശംസകൾ. ഓക്കെ മുട്ടുകുത്തിയിരുന്ന് കൊണ്ട് ദഫ് മുട്ടുമ്പോ മുട്ടിൽ ചളിയായപ്പം അത് തുടക്കാൻ വേണ്ടി എന്തെങ്കിലും തരുമെന്ന് വെച്ചപ്പം ആ വന്ന ചേച്ചിയുണ്ടല്ല തുണി എടുത്തുകൊണ്ട് ആ കുട്ടികളുടെ മുട്ടുണ്ടല്ല അതുവരെ തുടച്ചു കൊടുത്തു. ഈ മനോഹരമായ കാഴ്ച ഉണ്ടല്ല മനുഷ്യത്വമുള്ളവർക്കുണ്ടല്ല ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്നതും ഞാൻ നേരത്തെ പറഞ്ഞ വർഗീയവാദികൾക്കുണ്ടല്ല വല്ലാതെ കുരുപൊട്ടിക്കുന്നതാണ്. ഇനി ഞാൻ നിങ്ങൾക്കുണ്ടല്ല വേറൊരു മനോഹരമായ വീഡിയോ കാണിച്ചു തരാം. നമ്മളെ പ്ലേറ്റ്മാനില്ലേ അൻസാരി ഉസ്താദിന്റെ മുഖമുണ്ടല്ല വികൃതമാക്കി ചിത്രീകരിച്ച സംഖ്യ കണ്ടല്ല ചുട്ട മറുപടി കൊടുത്ത നമ്മളെ പ്ലേറ്റ്മാൻ മൂപ്പരുണ്ടല്ലോ നബിദിനത്തിന്റെ അന്നുണ്ടല്ല പള്ളിയിലെ ചോറുണ്ടല്ലോ നെയ്ച്ചോറും ബീഫും ആരെങ്കിലും കൊണ്ടു തരുമോ എന്ന് ചോദിച്ചു. ആ ചോദിച്ചതേ മൂപ്പർക്ക് ഓർമ്മയുള്ളൂ. അതിനുശേഷം ഉണ്ടല്ലോ മൂപ്പര് പോലും ഞെട്ടിപ്പോയ മനോഹരമായ കാഴ്ചകളാണ് അവിടെ കണ്ടത്. എന്തായാലും നമുക്ക് ആദ്യം തന്നെ പ്ലേറ്റ്മാൻ ഉണ്ടല്ലോ പള്ളിയിലെ ചോറ് ആരെങ്കിലും കൊണ്ടുതരുമെന്ന് ചോദിച്ചാൽ ആ ചോദ്യം ഒന്ന് കേട്ടിട്ട് വന്നാലോ. മച്ചാമാരെ നബിദിനായിട്ടേ ഞാൻ അങ്ങനെ പറയായിരുന്നു. കുറച്ച് പോത്തിറച്ചിയും കുറച്ച് നെയ്ച്ചോറും കിട്ടാൻ വല്ല വകുപ്പുണ്ടാന്ന് ഇങ്ങനെ ചോദിക്കായിരുന്നു ഞാന്. നമ്മുടെ കുന്നോളം മുതൽ പൊന്നാനി വരെയുള്ള ഏതെങ്കിലും പള്ളിയിൽ നമുക്കിത് വകുപ്പുണ്ടെന്ന് വെച്ചെങ്കിൽ പറ്റുവെച്ചെങ്കിൽ ഞാൻ വന്ന് മേടിക്കാം. ഒരു ഇച്ചിരി മതി, കൂടുതലൊന്നും വേണ്ട. അതെന്താ പറയുക, ഇത് കാശ് കൊടുത്ത പുറത്തുനിന്ന് കിട്ടും. പക്ഷെ അത് ആ പള്ളിക്ക് കിട്ടുന്ന ആ ഒരു നെയ്ച്ചോറിന്റെ ആ ഒരു ബീഫിന്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ല, അത് വേറെ ലെവൽ. അത് ഞാൻ എത്ര കായ് കൊടുത്താലും കിട്ടില്ല. ആ സാധനം അടിക്കാൻ അത് അവിടെ തന്നെ വരണം. അതുകൊണ്ട് പറഞ്ഞാണ് ഏതെങ്കിലുമൊക്കെ പള്ളിക്ക് ഇത് കണ്ടിട്ട് വിളിക്കുകയാണെങ്കിൽ ഇവിടെ വന്നിട്ട് മേടിക്കാം. അപ്പൊ നിങ്ങളെ പരിപാടികൾ അടക്കട്ടെ. നമ്മൾ ഇവിടെയൊക്കെ തന്നെ ഇടിച്ചതറട്ടെ. എല്ലാവർക്കും നബിദിന ആശംസകൾ ഇട്ടാ. ഇനിയിപ്പോ നിങ്ങൾ വിളിച്ചില്ലെങ്കിലും വിളിച്ചാലും അതൊന്നും വിഷയമല്ല. എല്ലാവരും നബിദിന അടിപൊളി ഇടിച്ചതറട്ടെ പരിപാടികൾ നമ്മൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. മൂപ്പർ ഈ വീഡിയോ ഇട്ട ശേഷം നടന്നിട്ടില്ല ചരിത്രമാണ്, ചരിത്രപ്രധാനമായ സംഭവം. ആ ചരിത്രപ്രധാനമായ സംഭവം ഉണ്ടല്ല അത് നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ. കുടുംബക്കാർക്ക് എല്ലാവർക്കും കൊടുക്കാനുള്ള നെയ്ച്ചോറാണ് പിള്ളേര്. പേര് പറഞ്ഞോടുത്തേ നമ്മുടെ സ്വന്തം എന്റെ സ്വന്തം നാട് വെളിയങ്കോട് അയ്യോട്ടിച്ചെറിയ മച്ചാര് വിളിച്ചിട്ട് തന്നെ വളരെയധികം സന്തോഷം. തൂക്കുവാർത്തത്തില് നെയ്ച്ചോറ് ഇതല്ലേ ബീഫല്ലേ ഏതോ മഴമൂടും ബീഫും നെയ്ച്ചോറും. അല്ല എന്റെ ഫേവറേറ്റ് ഐറ്റാണ് അത്, നെയ്ച്ചോറും ബീഫും. വീട്ടല്ലാണ്ട് അതിന്റെ കുറച്ച് മലയാടാ സോറിട്ട് എല്ലാവരോടും. അപ്പൊ ഇപ്രാവശ്യം നബിദിനം നമ്മള് തൂക്കിണ്ട് മെസ്സേജ് അയച്ച് കോൾ ചെയ്ത് ഒരുപാട് ഒരു എമ്പരപ്പുണ്ട്. എല്ലാവരോടും നന്ദി എത്ര പറഞ്ഞാലും. അപ്പൊ എല്ലാവർക്കും നബിദിന ആശംസകള്. നാളെ ഓണാണ്. ഇതേപോലെ ഞാൻ വീട്ടിലേക്ക് വിളിക്കാത്തത് വേറൊന്നും കൊണ്ടല്ല, അതുകൊണ്ടാണ് നമുക്ക് ഓണം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വിളിക്കാത്തത്. എന്തായാലും വേറെ ദിവസം ഞാൻ വരണ്ട് ഒന്നിരിക്കണം കേട്ടാ. അപ്പൊ നിങ്ങളെ പരിപാടിയെല്ലാം എടുക്കട്ടെ. നമ്മൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് ചെതറട്ടെ. അയ്യോ അല്ല പിന്നെ നമ്മളെ പ്ലേറ്റ്മേൻ ഉണ്ടല്ല ഒരു പൂ ചോദിച്ചു. പിള്ളേര് പോയിട്ടുണ്ടല്ല ഒരു പൂക്കാലം തന്നെ നമ്മളെ പ്ലേറ്റ്മേന് കൊടുത്ത്. മൂപ്പര് പറഞ്ഞിട്ടില്ല ആ വീഡിയോക്ക് ശേഷം ഉണ്ടല്ല ഉള്ള പള്ളിയിൽ നിന്ന് മൊത്തം ഉള്ള മൂപ്പറ വിളിയാണ്. എവിടെയാണ് നിനക്ക് ഫുഡ് കൊണ്ടു തരേണ്ടതെന്ന് പറഞ്ഞിട്ട് ഒരു 1.5 വിളിയാണ് പോലും. ഞാനിത് നേരത്തെ പറഞ്ഞ പോലെ പണ്ട് തൊട്ടേ നമ്മുടെ കേരളത്തിന്റെ മുക്കിലും മൂലിലുണ്ടല്ല ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നതാണ്. പക്ഷെ എന്നാലുണ്ടല്ലോ ഇത് കാണുമ്പോൾ ചിലർക്ക് കുരുപൊട്ടും. അവരുടെ കുരുപൊട്ടിൽ കാണുമ്പോണ്ടല്ല വല്ലാത്തൊരു സന്തോഷമാണ് എനിക്ക്. ഇനി ഞാൻ നിങ്ങൾക്ക് അടുത്തതായിട്ട് വേറൊരു മനോഹരമായ കാഴ്ച കാണിച്ചു തരാം. ഈ കാഴ്ച ചിലപ്പോൾ കുറെ പേര് കണ്ടിട്ടുണ്ടാവും. അലൻ കൃഷ്ണ എന്ന പേരുള്ള ഒരു ഹിന്ദു കുട്ടിയുണ്ടല്ലോ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് അതിനുശേഷം നേരെ പോയത് തന്റെ കൂട്ടുകാരുടെ കൂടി ഉണ്ടല്ല ദഫ് മുട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എന്തായാലും അടുത്തതായിട്ട് ആ അലൻ കൃഷ്ണയെ ഒന്ന് കണ്ടിട്ട് വന്നാലോ. പ്രിയപ്പെട്ടവരെ, ഇതാണ് അലൻ കൃഷ്ണ ദഫ് മുട്ടിലൂടെ വൈറലായിക്കൊണ്ട്
അമ്പലത്തിൽ തൊഴുതുകൊണ്ട് തന്റെ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ മറ്റു വിശ്വാസത്തെ മാനിച്ച ഈ കുഞ്ഞു കൃഷ്ണനാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. നബിദിന സമയങ്ങളിലൊക്കെ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഇത്തരം കഥകളാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് അലൻകൃഷ്ണയിലൂടെ ലോകം കണ്ടത്. ഇത്തരത്തിലുള്ള കുട്ടികൾ ഒരു പ്രചോദനമായി മുന്നോട്ട് വരട്ടെ. ഒരു സങ്കടകരമായിട്ടുള്ള കാര്യം എന്തെന്ന് വെച്ചാല് അലൻകൃഷ്ണ ഇപ്പോഴും ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത് എന്നതാണ്. എന്റെ പേര് അലൻകൃഷ്ണ KP. എന്റെ വീട് ഇവിടെ കടത്താണ്. എല്ലാ കൊല്ലം നബിദിനത്തിന് റാലി പോകുമ്പോ എന്റെ ഒരു ആഗ്രഹമായിരുന്നു ദഫിനുണ്ടാവണമെന്ന്. അങ്ങനെ ഞാൻ ഈ കൊല്ലം എന്ത് ചെയ്ത് ദഫ് പഠിപ്പിക്കുന്ന കാക്കമാരോട് ചോദിച്ചു ഞാൻ എടുക്കുമെന്ന്. അപ്പൊ അവരും നല്ല സപ്പോർട്ട്. ഇവന്റെ പ്രായമുള്ള എല്ലാ ആൾക്കാരും കളിക്കുന്നുണ്ട്. പൊതുവെ ദഫിലും സ്കൗട്ടിലും ഫ്ലവർ ഷോയിലൊക്കെ കളിക്കുന്നുണ്ട്. അപ്പോ ഇവനിക്ക് അത് കണ്ടപ്പോ ഭയങ്കര ആഗ്രഹം. ഇവനിങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞ സമയത്ത് നമുക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇനി ഇവന്റെ വീട്ടുകാർക്ക് എന്തെങ്കിലുമൊക്കെ എതിർപ്പ് ഉണ്ടാവും എന്നുള്ളതില്. ഞങ്ങൾ അവന്റെ വീട്ടിൽ പോയി ചോദിച്ച സമയത്ത് വീട്ടുകാർക്ക് അതിലേറെ സന്തോഷമായിരുന്നു. വീട്ടുകാർ നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ ഇനിയിപ്പോ മദ്രസയില് ഉസ്താദുമാര് കമ്മിറ്റിക്കാരൊക്കെ അവരെ ഭാഗത്തു നിന്നുള്ള ഒരു അഭിപ്രായം കൂടി കേൾക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവരോടും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവരും നല്ല പോസിറ്റീവ് അഭിപ്രായം തന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള വളർന്നു വരുന്ന വർഗീയത ലെവലേശമില്ലാത്ത അലൻകൃഷ്ണന്മാരുള്ളപ്പോണ്ടല്ല നമ്മൾ ഈ കേരളം ഉണ്ടല്ല ഒരിക്കലും പേടിക്കണ്ട. നമ്മുടെ കേരളം ഇതുപോലുള്ള അലൻകൃഷ്ണന്മാരിലുണ്ടല്ല സേഫ് ആണ്, ഒരൊന്നൊന്നര സേഫ് ആണ്. പിന്നെ ഈ വീഡിയോയിൽ ഈ കുട്ടിയുടെ ഗൂഗിൾ പേ നമ്പർ കൊടുത്തിട്ടുണ്ട്. അവന് വീടില്ല, ആർക്കെങ്കിലും അവനെ സഹായിക്കാൻ പറ്റുമെങ്കിൽ പറ്റുന്ന പോലെ സഹായിക്കണം. നമ്മൾ മലയാളികൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റക്കെട്ട ഒരു തീരുമാനം എടുത്താൽ ഇവിടെ നടക്കാത്തതായിട്ട് ഒന്നുമില്ലല്ലോ. അതുകൊണ്ട് നമ്മളെ കൊണ്ട് അവൻ എന്തെങ്കിലും ഒരു സഹായം കിട്ടുന്നുണ്ടെങ്കിൽ അതങ്ങ് നടക്കട്ടെ. ഇനി അടുത്ത സംഭവം എന്നറിയാം, നമ്മളെ കേരളത്തിലെ നബിദിന് ഓണൊക്കെ ഉണ്ടല്ല പാൻ ഇന്ത്യൻ ഇറ്റാട്ടാ. നമ്മുടെ കേരളത്തെ കുറിച്ചുണ്ടല്ല കേരള സ്റ്റോറി എന്ന വൃത്തികെട്ട സിനിമ എടുത്തിട്ട് നമ്മളെ നാറ്റിക്കാൻ നോക്കിയ സംഖ്യയുണ്ടല്ല, ആ സംഖ്യകളൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ ഉത്തരേന്ത്യ കിടന്നിട്ട് കരയുകയാണ്, ഒരൊന്നൊന്നര കരച്ചിൽ കരയുകയാണ്. കാരണം ഇപ്പോഴുണ്ടല്ല കേരളത്തിന്റെ മതസാഹോദര്യം ഉണ്ടല്ല ഉത്തരേന്ത്യയിൽ വരുന്നുണ്ടല്ല ട്രെൻഡായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്ക് സംഖ്യയുടെ കുരുപൊട്ടിക്കുന്ന ഒരു ഉത്തരേന്ത്യക്കാരന്റെ മനോഹരമായ ഒരു വീഡിയോ നമുക്ക് കാണാം. നമ്മളെ കേരളത്തെ കുറിച്ച് മൂപ്പർ പറഞ്ഞ മനോഹരമായ കാര്യങ്ങൾ കേൾക്കാം. भाई इतने खूबसूरत नज़ारे शायद ही आपने आज के इंडिया में कहीं पे देखे हों। मेरे भाई केरला की यही तो खूबसूरती है। अभी तो केरला इतना डाइवर्स है और तभी तो केरला का लिटरेसी रेट टॉप पे है। भाई केरला के लोगों में यही तो खूबसूरती है। वहाँ पे न हिंदू देखा जाता है न मुस्लिम देखा जाता है। एक दूसरे के त्योहारों में ऐसे घुल मिल जाते हैं जैसे उन्हीं के त्योहार हैं। ये पंडित जी हैं, इनकी भी आस्था है, लेकिन उनकी आस्था को कोई चोट नहीं पहुंच रही है, क्योंकि इन्हें भी पता है धार्मिक नफरत फैला के हम सिर्फ नेताओं का भला कर सकते हैं, आम जनता का नहीं। इसीलिए हमेशा प्यार और मोहब्बत फैलाना जरूरी है, ताकि हमारे देश में जो है ये नफरत खत्म हो जाए। और जिस दिन ये नफरत हिंदू मुस्लिम की खत्म हो जाएगी, केरला की तरह पूरा इंडिया जो है लिटरेसी में टॉप करेगा और हम विश्व गुरु बन जाएंगे। बाकी भाई को सपोर्ट जरूर करना, फॉलो करके जरूर जाना। मिलते हैं अगली वीडियो में। जय हिंद। കണ്ടല്ലോ നമ്മളെ കേരളത്തിനുള്ള കുറ്റം പറഞ്ഞു നടന്നിരുന്ന ഉത്തരേന്ത്യക്കാർ വരുന്നില്ല ഇപ്പം നല്ലത് പറയാൻ തുടങ്ങി. ഇവന്മാർക്കൊക്കെ ഉണ്ടല്ല തലയിൽ ബുദ്ധിയും വിവരം വെച്ചതുണ്ടല്ല വളരെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. പിന്നെ നമ്മളെ കേരളം ഉത്തരേന്ത്യയിലെന്നല്ല ലോകത്തിന്റെ മുന്നിലല്ല പണ്ടേ ഹിറ്റാണ്, ഒരൊന്നൊന്നര ഹിറ്റാണ്. ആ ഹിറ്റ് ഉണ്ടല്ലോ എന്നും തുടരുക തന്നെ ചെയ്യും. നമ്മളെ കേരളം ഉണ്ടല്ല ലോകത്തിന്റെ മുന്നിലല്ല നമ്പർ 1 ആയിട്ട് തന്നെ തുടരുക തന്നെ ചെയ്യും. അപ്പോഴെന്തായാലും ഈ കെട്ടകാലത്തുണ്ടല്ല ഇതുപോലത്തെ മനോഹരമായ വീഡിയോ കാണിക്കേണ്ടത് ആവശ്യകത ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ നിങ്ങളെ കാണിച്ചത്. ഈ മനോഹരമായ വീഡിയോ കാണുമ്പോൾ മനുഷ്യത്തുള്ള നമ്മളൊക്കെ ഒരുപാട് സന്തോഷിക്കുമ്പോൾ ഒരു ടീം, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ടീം ഉണ്ടല്ല ഇതൊക്കെ കണ്ട് വല്ലാതെ കരയുകയായിരിക്കും. അപ്പൊ എല്ലാവർക്കും ദിവസം കഴിഞ്ഞു പോയി എന്നാലും പറയുന്നു എല്ലാവർക്കും നല്ലൊരു നബിദിനാശംസകളും നല്ലൊരു ഓണാശംസകളും. അതിന്റെ കൂടെ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.